ഹായ് എവരി വൺ, വെൽക്കം ടു കെ എസ് റാങ്കർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒക്ടോബറിലെ എക്സാം കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ മെയിൻസ് വരുന്നത് ഒക്ടോബറിലാണ്. അതിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും, ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നോക്കുന്ന സമയത്ത് 382, 383, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന കമ്പനി ബോർഡ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം കമ്പനി ബോർഡിൻ്റെ എക്സാമിനേഷൻ ഒരുപക്ഷെ ഒക്ടോബറിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം ഒക്ടോബറിലുള്ള കലണ്ടറിൽ അതിൻ്റെ ഡേറ്റ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഒക്ടോബറിലായിരിക്കില്ല, ഇനി ഒരു നവംബറിലേക്കൊക്കെ ആയിട്ടായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഡിഗ്രി ഫേസ് 1 to 3 ഈ 3 പ്രിലിംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻസ് എക്സാമിനേഷനിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്, മേജറായിട്ടുള്ള എക്സാമിനേഷനിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മാത്രമാണ് ഈ ഒരു ഒക്ടോബറിലേക്ക് നമുക്ക് വരുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എസ്പെഷ്യലി കമ്പനി ബോർഡിനെ പഠിക്കുന്ന ആളുകളും ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അത് PSC നന്നായിട്ട് തന്നെ വെൽ മാർക്ക്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 454 2025 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, മെയിൻസ് എക്സാമിനേഷനാണ്. ദെൻ അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് 14/10/2026 അതായത് ഒക്ടോബർ 14 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഏകദേശം ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് 60, 75 എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 80 ദിവസം ഇപ്പോഴും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രോപ്പറായിട്ട് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ഒന്ന് പുറകോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനിയും പ്രോപ്പറായിട്ട് തിരിച്ച് കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ ഒക്ടോബർ 14 വരുന്നു. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ അത് കഴിഞ്ഞ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് കമ്പനി ബോർഡ് എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കും. കാരണം അവർ കരുതുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം കിട്ടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 90 ദിവസത്തിലധികം ഇനിയും ബാക്കി കയ്യിലുണ്ട്. സേഫായിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കാം എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻസ് അത് ക്ലിയർ ചെയ്തിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ക്ലിയർ ചെയ്തിരിക്കുന്ന ആളുകൾ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒക്ടോബർ 14 വരുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും കമ്പനി ബോർഡിൻ്റെയും സിലബസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. അത് എക്സ്ട്രാ പഠിക്കണം. ബാക്കി എല്ലാം കമ്പനി ബോർഡിന് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്ലിയർ ചെയ്യുന്ന, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പഠിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഒക്ടോബർ 14 ഉള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുകയും കമ്പനി ബോർഡ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഓക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ സാധാരണ ആമയുടെയും മുയലിൻ്റെയും ഓട്ടപ്പന്തയം ആ കഥ കേൾക്കുന്ന പോലെ ഇതുവരെ നന്നായിട്ട് ഫാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്ന ആളുകൾ ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്വാഭാവികമായിട്ടും ഒക്ടോബർ 14 വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് കമ്പനി ബോർഡിൽ നല്ല എഡ്ജ് ഉണ്ടായിരിക്കും. ഈ പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കമ്പനി ബോർഡിൽ നമ്മൾ പറയാറുണ്ട് ഒരു 3000-4000 വേക്കൻസി ആണെന്നുള്ളത്. ഈ 3000-4000 ആളുകൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കമ്പനി ബോർഡ് എക്സാമിനേഷനും എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ കമ്പനി ബോർഡ് എഴുതുന്നവർ ഒരിക്കലും റിലാക്സ് ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളും ഒക്ടോബർ 14 തന്നെ എക്സാമിനേഷൻ എഴുതുന്ന പോലെ, ഞാൻ പറയുന്നത് കമ്പനി ബോർഡ് മാത്രമായിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ കേസാണ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യണം, വിട്ട് കളയരുത്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്, നല്ല ക്വാളിറ്റിയുള്ള പ്രോപ്പറായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തു വരുന്ന നോട്ട്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ KS റാങ്കറിൻ്റെ കോഴ്സിൽ നമുക്ക് കമ്പനി ബോർഡ് പ്ലസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ ഡിഗ്രിയുടെ കോഴ്സുകളെല്ലാം തന്നെ വരുന്നത്. ഡിഗ്രിയുടെ റെഗുലർ ബാച്ചിലായാലും ഡിഗ്രിയുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലായി കഴിഞ്ഞാലും കമ്പനി ബോർഡ് പ്ലസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഡിഗ്രി റെഗുലർ ബാച്ചിൻ്റെ ഫീ വരുന്നത് 799 കാരണം ഞാൻ ആദ്യം തന്നെ ഫീ പറയാം. 799 നമ്മുടെ ഡിഗ്രിയുടെ ബാച്ചിൻ്റെ ഫീ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ബാച്ച് നോക്കുകയാണെങ്കിൽ 1200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൽ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതിൻ്റെ കംപ്ലീറ്റ് നോട്ട്, ടെസ്റ്റ് സീരീസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതെല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട്. MEMൻ്റെ ഡെയിലി പ്രാക്ടീസ്, ഇങ്ങനെ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബാച്ചാണ് ഇത് രണ്ടും. ഇനി അതല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മാത്രം നോട്ടുകൾ, മെറ്റീരിയൽസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും കമ്പനി ബോർഡിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിൽ ജസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, കേരള ഗവേണൻസ്, അതുപോലെ തന്നെ
ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകൾ, സ്പെഷ്യൽ ടോപ്പിക്, ഇത്രയും ഭാഗം കവർ ചെയ്യുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്. ഇത് മലയാളം നോട്ടാണ്. ഓക്കെ, ഇത് മലയാളം നോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാച്ച് ഡീറ്റെയിൽസ്, അതിൻ്റെ കോഴ്സ് പ്രൈസ് ഡീറ്റെയിൽസ്, ഇതിൽ എന്തെല്ലാം കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ LSTSൻ്റെ ബാച്ചും വരുന്നുണ്ട്. ഓക്കെ, LSTSൻ്റെ ബാച്ച് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഇതുപോലൊരു ഓഫർ ഉണ്ട്. LSTSൻ്റെ ലോങ് ടേം ബാച്ചും ഉണ്ട്, LSTSൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചും ഉണ്ട്. രണ്ടിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ബാച്ച് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സും വരുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നോട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മലയാളം നോട്ടാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കമാണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് നോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സിലബസ് എങ്ങനെയാണ് വരുന്നത്? കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ഭാഗവും എക്സാമിന് റിലവൻ്റ് ആയിട്ട് വരുന്നത് എക്സാം ഫാക്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നും വളരെ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ടേബിൾ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണാം, കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് എക്സാമിനേഷനാണ്, എത്രാമത്തെ ക്വസ്റ്റ്യൻ കോഡാണ്, ആ ക്വസ്റ്റ്യൻസ് അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് അടക്കം കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നോട്ട് എന്ന് പറയുന്നത് സിലബസിന് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി നോട്ടിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നോട്ട്. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്ക് കഴിയുന്ന സമയത്തും കൊടുത്തിരിക്കുന്നത് വിത്ത് എക്സാമ്പിൾ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇത് നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ നോട്ട്സ് ആണ്. ഓക്കെ, ലീഗൽ മെട്രോളജിയുടെ നോട്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് കമ്പ്യൂട്ടറിൻ്റെ നോട്ടാണ്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ അടുത്ത നോട്ട്. ഓക്കെ, സോ ഇതും മലയാളം നോട്ടാണ് വരുന്നത്. സോ അതിൻ്റെ സെയിം ആയിട്ടുള്ള മലയാളം നോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ നോട്ട് വീണ്ടും വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അടുത്ത നോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സിലബസിൽ എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ നോട്ടും ഇതുപോലെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്. കാരണം നമുക്കറിയാം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ മറന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് അനാലിസിസ് അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്ത് വരുന്നതും കൃത്യമായിട്ട് ഓരോ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതായത് ഭാഗത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ടുകൾ, കണ്ടൻറ്റുകൾ അതും നോട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ ഭാഗത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ നോട്ട് ഈ പറയുന്ന എല്ലാ ബാച്ചിലും എല്ലാ കോഴ്സിലും ഓൾറെഡി അപ്ലോഡഡ് ആണ്. നോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ക്ലാസ് ജസ്റ്റ് നോട്ട് മാത്രമല്ല, ഇതിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കാണ്. കാരണം ഈ വീക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ കവർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും ഈ പറയുന്ന നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 1 വീക്ക്, ഒരാഴ്ചയോളം സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരാഴ്ചത്തെ സമയം കൊണ്ട് ഏകദേശം ഒരു 20 ക്ലാസ്സുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്യുന്നത്. 20-25 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത്രയും ക്ലാസ് കൊണ്ടായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത ആഴ്ചയായിരിക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്നത്. ഈ ആഴ്ച നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പനി ബോർഡിന് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ആവശ്യമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിനും ഇതുപോലെ നോട്ടുകൾ റെഡിയാണ്. അതും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ കോഴ്സിൽ ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്, ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഒക്ടോബർ 14 എക്സാമിനേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫിക്സ് ചെയ്യുക. ഇനിയുള്ള ഓരോ ദിവസവും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ കമ്പനി ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഇതുപോലെ തന്നെ ഈ ഒരു കാര്യം മൈൻഡിലേക്ക് വെക്കുക. ഒക്ടോബർ 14 നിങ്ങളുടെ എക്സാമിനേഷൻ എന്നുള്ള രൂപത്തിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 382 കാറ്റഗറി നമ്പർ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഒക്ടോബറിലെ എക്സാം കലണ്ടർ നിങ്ങൾ നോക്കിയാൽ 382, 383 ഇവിടെ എവിടെയും വരുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 382, 383 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും വരുന്നില്ല. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനാണ് വരുന്നത്. അതോടുകൂടിയിട്ട് ഒക്ടോബറിലെ കലണ്ടർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറിൽ കമ്പനി ബോർഡ് എക്സാമിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ കമ്പനി ബോർഡിന് പഠിക്കുന്നവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഞാനതാ പറഞ്ഞത്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 2 എക്സാമിനേഷനും കൂടെ ഒക്ടോബറിൽ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ട് വരും. കമ്പനി ബോർഡിനൊക്കെ പഠിക്കുന്നവർ പെരിഫറലായിട്ട് മാത്രം പഠിച്ചു പോരുത്. ഇത്രയും സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയ് എക്സാം കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ പയ്യെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ നല്ല കംഫർട്ടബിൾ സോണിലും നല്ല ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടായിരിക്കും അവരെത്തുന്നത്.
ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം എക്സാമിനേഷന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ഫീ കണ്ടിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കുറവാണ് എന്ന് വിശ്വസിക്കരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും, മെറ്റീരിയൽസ് ആയി കഴിഞ്ഞാലും ക്ലാസ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ, കാര്യങ്ങൾ, നോട്ടുകൾ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാണിച്ചു തന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, മെറ്റീരിയൽസ്, നോട്ടുകൾ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നോട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ഓരോ മൊഡ്യൂളിനും ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂളിനും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റും ഉണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് OMR അടക്കം അതിലുണ്ടായിരിക്കും. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അവസാനത്തിൽ ആൻസർ കീ ഉണ്ടായിരിക്കും, എക്സ്പ്ലനേഷനും ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഒരു ക്വാളിറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് താല്പര്യം ഉള്ളവർ ഡെഫിനറ്റായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ സി യു ഇൻ ദ ക്ലാസ് ആൻഡ് എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. സോ താങ്ക് യു വെരി മച്ച്, ഓൾ ദി ബെസ്റ്റ്. സോ സി യു ഇൻ ദ ക്ലാസ്.